തന്ത്രിക്കെതിരെ ദേവസ്വം ബോർഡ് നടപടിക്കൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ 2 യുവതികൾ ദർശനം നടത്തിയതിനെ തുടർന്ന് ദേവസ്വം ബോർഡുമായി ആലോചിക്കാതെ ശുദ്ധികലശം നടത്തിയതിനാണ് നടപടി. ഇതിനു മുന്നോടിയായി തന്ത്രിക്ക് നോട്ടീസ് നൽകും. അദ്ദേഹത്തിന് വിശദീകരണം നൽകാനും സമയം അനുവദിക്കും. അത് ലഭിച്ച ശേഷമായിരിക്കും എന്ത് നടപടിയെടുക്കണമെന്ന് തീരുമാനിക്കുക. സാധാരണ ശുദ്ധികലശം നടത്തും മുമ്പ് ഊരാളന്മാരുമായി ആലോചിക്കണമെന്നാണ് താന്ത്രിക വിധി. ഇവിടെ ഊരാളരായ ദേവസ്വം ബോർഡുമായി തന്ത്രി ആലോചിച്ചിട്ടില്ല. അതിനാൽ നടപടി സ്വീകരിക്കാമെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനുമായ എം രാജഗോപാലൻ നായർ പറഞ്ഞു. ദേവസ്വം മാനുവലിൽ ഇക്കാര്യം പറയുന്നുമുണ്ട്. ശുദ്ധികലശം നടത്തിയത് സുപ്രീം കോടതി അലക്ഷ്യമാണ്. അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്ത്രിക്കെതിരെ 4 പേർ കോടതിയലക്ഷ്യത്തിന് കേസ് നൽകിയിട്ടുണ്ട്. ദർശനം നടത്തിയത് 2 ദളിത് യുവതികളായതിനാൽ തന്ത്രി നടത്തിയത് അയിത്താചാരണമാണെന്നും അതിന് സർക്കാർ കേസെടുക്കണമെന്നും പ്രമുഖ അഭിഭാഷകനായ അജയകുമാർ ആവശ്യപ്പെട്ടു. തന്ത്രി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ യുവതീ പ്രവേശനം ആചാരലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ശബരിമലയിൽ അങ്ങനെയൊരു ആചാരമില്ലെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി യുവതീ പ്രവേശനം അനുവദിച്ചതെന്ന് എം രാജഗോപാലൻ നായർ വ്യക്തമാക്കി. യുവതികൾ ശ്രീകോവിലിൽ എത്തിയാൽ നടയടച്ച് താക്കോൽ കൈമാറുമെന്നാണ് തന്ത്രി മണ്ഡലകാലത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലെ അതിനുള്ള ധൈര്യം തന്ത്രി കാണിച്ചില്ല. പകരം നടയടച്ച് ശുദ്ധികലശം നടത്തുക മാത്രമാണ് ചെയ്തത്. അതേസമയം നിയമവശങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാൽ പറഞ്ഞു. മണ്ഡലകാലത്ത് രഹന ഫാത്തിമയെ വലിയ നടപ്പന്തൽ വരെ എത്തിച്ചപ്പോൾ തന്ത്രി തന്നെ വിളിച്ചെന്നും നടയടച്ചാൽ കോടതി അലക്ഷ്യമാവില്ലേ എന്ന് ചോദിച്ചെന്നും അങ്ങനെയാവില്ലെന്നും പിന്നിൽ ഞാനടക്കം 10,000 ആത്മവിശ്വാസം നൽകിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയിരുന്നു. തുടർന്ന് ദേവസ്വം ബോർഡ് വിശദീകരണം തേടിയിരുന്നു. ശ്രീധരൻപിള്ള തന്നെ വിളിച്ചിട്ടില്ലെന്ന് തന്ത്രി മറുപടിയും നൽകി. ആ സംഭവത്തിൽ നടപടി ബോർഡ് പരിഗണിക്കുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു. നടയടച്ച് താക്കോൽ കൈമാറുമെന്ന നിലപാടെടുത്തിരുന്ന തന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. തന്ത്രി ബോർഡിലെ സാധാരണ ജീവനക്കാരൻ മാത്രമാണെന്നും ക്ഷേത്രം പൂട്ടി മുണ്ടിന്റെ കോന്തലയിൽ തൂക്കി പോകാനാകില്ലെന്നും അങ്ങനെയുണ്ടായാൽ വേറെയാളെ നിയമിക്കുമെന്നും പണ്ട് ലോകനാർക്കാവിലെ ശാന്തിയെ മാറ്റിയ സംഭവം വിവരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.